വെറുതെ ഏതെങ്കിലും സീരീസ് കണ്ട് ചുമ്മാ സമയം കളയണ്ട. ഇതാ പിടിച്ചോ, അത്യാവശ്യം ഷോക്കും സർപ്രൈസും ഒപ്പം സംതൃപ്തിയും തരുന്ന 7 പുതിയ കിടിലൻ ത്രില്ലർ സീരീസുകൾ. കടലിനോട് ചേർന്നുള്ള ഒരു ചെറിയ ടൗൺ, അവിടെ ഒരു അസാധാരണ മരണം നടക്കുന്നു. അതിന്റെ പിന്നിലെ മിസ്റ്ററി അന്വേഷിക്കുന്ന ഒരു സ്കൂൾ ടീച്ചറുടെ കഥ. സീരീസ് 2026 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയിട്ടുള്ള അണ്ടർ സോൾട്ട് മാർഷ്. കഥയിലെ മിസ്റ്ററിയും കേസ് അന്വേഷണവും ഒക്കെ മുറുകി വരുമ്പോൾ തന്നെ ആ നാട്ടിലൊരു പ്രളയവും കൊടുങ്കാറ്റും ഒക്കെ വന്നെടുത്തുകൊണ്ടിരിക്കുകയുമാണ്. സോ സെയിം ടൈം ഇത് രണ്ടും ഇങ്ങനെ ഇന്റൻസ് ആകുന്നത് കിടുവാണ്. സീരീസ് എൻഗേജിങ്ങും ഇൻട്രസ്റ്റിംഗും ത്രില്ലിംഗുമാണ്. എന്താണ് ഇതിന്റെ മിസ്റ്ററി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തീരുന്നത് വരെ ഇതിന് നിലനിർത്താനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ വൻ സംഭവം ഒന്നുമല്ല കേട്ടോ, പക്ഷെ ഒരു ഡീസന്റ് വാച്ചാണ്. ഇത് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. 47 മുതൽ 55 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകൾ ഇതിനുണ്ട്. ഇംഗ്ലീഷ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രമേയം കൊണ്ടും ചെറിയ ചില ന്യൂഡിറ്റി ഒക്കെ ഉള്ളത് കൊണ്ടും ഒരു UA16+ ആണ് ഈ സീരീസ് എന്ന് പറയാം. കാടിനോട് ചേർന്ന് ഒരു കാറിന് മുകളിൽ ഒരു സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഒരു ഡിറ്റക്റ്റീവും ഒപ്പം തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ടറും ഇതിന്റെ പിന്നിലെ രഹസ്യം അന്വേഷിച്ചിറങ്ങുന്നു. സീരീസിന്റെ പേര് ഹിസ് ആൻഡ് ഹേഴ്സ്. 2026 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയതാണ്. ലാസ്റ്റ് എപ്പിസോഡ് വരെ ഒരു ആവറേജ് സീരീസ് എന്നൊരു ഫീൽ മാത്രം തോന്നിപ്പിച്ചിട്ട് അവസാനത്തെ 20 മിനിറ്റ് കൊണ്ട് തകിടം മറിഞ്ഞ് കിടുവായി മാറുന്ന ഒരു സീരീസ് ആണിത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോയത്, നല്ല മേക്കിംഗ്, നല്ല പെർഫോമൻസ് ഒക്കെ ഇതിന്റെ പോസിറ്റീവ്സ് ആണ്. ഒപ്പം ഇതിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും മികച്ചതായിട്ട് തന്നെ തോന്നി. ഇതും അധികം പേരും മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ വലിയ നഷ്ടമൊന്നും വരില്ല. നെറ്റ്ഫ്ലിക്സിൽ ഇതുണ്ട്. 40 മുതൽ 48 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ഇംഗ്ലീഷിനൊപ്പം തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. പിന്നെ ഇത് പക്ക 18+ ആണ്, അത് ഓർക്കുക. ഒരു സമീപ ഭാവി കാലത്ത് ഒരു ഇന്റലിജൻസ് ഏജന്റിന്റെ ബ്രെയിൻ ഹാക്ക് ചെയ്യപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും. ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ബ്രില്യന്റ് ആയിരുന്നു. സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ 2025 റിലീസായ ദ കോപ്പൻഹേഗൻ ടെസ്റ്റ്. ത്രില്ലിങ്ങും ടെൻഷൻ ബിൽഡിങ്ങും അത്യാവശ്യം ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരു സീരീസ് ആണിത്. കുറച്ച് കിളി പറത്തുന്ന സംഭവങ്ങളൊക്കെ സീരീസിലുണ്ട് താനും. സിമുലിയു ആണ് ഇതിലെ പ്രധാന വേഷത്തിൽ വരുന്നത്. പീകോക്ക് ഒറിജിനൽ സീരീസ് ആണ്. ഇത് ഇന്ത്യയിൽ ഹോട്ട്സ്റ്റാറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 46 മുതൽ 56 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകൾ ഈ സീരീസിലുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രമേയം കൊണ്ട് UA16+ ആണ്. കാലിഫോർണിയയിലെ ഒരു നാഷണൽ പാർക്ക് സർവീസ് ഏജന്റായ കൈൽ ടേർണർ പാർക്കിലെ ഒരു മലനിരയിൽ നിന്നും താഴേക്ക് വീണ് മരിച്ച ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. എറിക് ബാന നായകനായിട്ട് 2025 നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സീരീസ് അൺടേംഡ്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സും ഇവരുടെ ഒരു വേൾഡ് ബിൽഡിംഗും ഒക്കെ നല്ലതായതുകൊണ്ട് സീരീസ് മുഴുവൻ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആദ്യം മുതൽ നമുക്ക് തോന്നുന്നുണ്ട്. എൻഗേജിംഗ് ആയിട്ട് പോകുന്ന സീരീസ് ആണ്. കിടിലൻ ലൊക്കേഷൻ ഇതിലുണ്ട്. തുടക്കത്തിൽ ഒരു അല്പം സ്ലോ ഒക്കെ ആണെങ്കിലും പിന്നീട് ഇത് ഫാസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. നായകൻ എറിക് ബാനയുടെയും നായിക ലില്ലി സാന്റിയാഗോയുടെയും നല്ല പെർഫോമൻസും ഇതിലുണ്ട്. ഇത് നെറ്റ്ഫ്ലിക്സിൽ കാണാം. 40 മുതൽ 43 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ഇംഗ്ലീഷിനൊപ്പം തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. UA16+ ആണ്. അടുത്തത് ഷെർലക് ഹോംസിന്റെ കഥയാണ്. തന്റെ കൗമാര കാലഘട്ടത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഷെർലക് നടത്തുന്ന ചില മിസ്റ്ററികളുടെ അന്വേഷണമാണ് ഇത് പറയുന്നത്. സീരീസ് പ്രൈം വീഡിയോയിൽ 2026 റിലീസായ ഗൈ റിച്ചി സംവിധാനം ചെയ്ത യങ് ഷെർലക്. ഹീറോ ഫൈൻ സ്റ്റീഫൻ ആണ് ഇതിൽ ഷെർലക് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നല്ല ഒരുപാട് മിസ്റ്ററീസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഓരോന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ത്രില്ലിംഗും ആയിട്ടാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഒരു ഗൈ റിച്ചി ടച്ച് ഉണ്ട്, അത് കിടുവാണ്. ടെക്നിക്കലിയും സീരീസ് മികച്ചതാണ്. ചെറിയ ചില ക്ലീഷയൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണിത്. പ്രൈം വീഡിയോയിൽ കാണാം. 46 മുതൽ 55 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകൾ ഇതിനുണ്ട്. ഇംഗ്ലീഷിനൊപ്പം മലയാളം ഡബിങ്ങും അവൈലബിൾ ആണ്. 18+ അല്ല, ചെറിയൊരു കിസ്സിംഗ് സീൻ ഉണ്ട്, അത്രമാത്രം. ഡിറ്റക്റ്റീവ് മാർക്ക്, ഡിറ്റക്റ്റീവ് നയാതുലിൻ, ഇവർ രണ്ടുപേരും കൂടി ചില പരമ്പര കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന കഥയാണ് അടുത്തത്. 2 സീസണുള്ള ഒരു സീരീസ് ആണിത്. ആദ്യത്തെ സീസണിൽ ഇരകളെ കൊന്നതിന് ശേഷം ചെസ്നട്ട് കൊണ്ട് ഒരു പാവ മൃതദേഹത്തിന് അരികിലിടുന്ന ഒരു കില്ലർ ആണെങ്കിൽ, രണ്ടാമത്തേതിൽ നഴ്സറി പാട്ടുകൾ പാടി ഇരകളെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സൈക്കോയാണ്. സീരീസിന്റെ പേര് ദ ചെസ്നട്ട് മാൻ. 2021 ആദ്യത്തെ സീസൺ ഇറങ്ങിയത്. സെക്കൻഡ് സീസൺ 2026 മെയ് 7-നും. സ്ലോ ബേൺ ആൻഡ് ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആണ്. എനിക്ക് എത്തരത്തിലുള്ള സീരീസുകൾ ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഡാനിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബിംഗ് ഉണ്ട്, തമിഴില്ല. 43 മുതൽ 55 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകൾ വെച്ചിട്ട് 2 സീസണുകളുമായിട്ട് മൊത്തം 12 എപ്പിസോഡുകൾ ഈ സീരീസിനുണ്ട്. 18+ ആണ്, വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഇനി നമ്പർ 1 സീരീസ്. കവർച്ചക്കാരായ ഒരു സംഘത്തെ പിടിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ കഥ. 2025 ഹോട്ട്സ്റ്റാറിൽ റിലീസായ മാർക്ക് റഫലോ, ടോം പെൽഫ്രി, അമീലിയ ജോൺസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ടാസ്ക്. മനോഹരമായ വിഷ്വൽസ്, മികച്ച പെർഫോമൻസുകൾ, നന്നായി എഴുതിയ ക്യാരക്ടേഴ്സ്, മൊത്തം ഈ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മൂഡ് ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ പോസിറ്റീവാണ്. വളരെ സ്ലോ പേസിൽ തുടങ്ങി ഇന്റൻസ് ആകുന്ന ഒരു ക്രൈം ഡ്രാമയാണ്. ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഒരു ശക്തമായ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ സീരീസിനോടും നമുക്ക് തോന്നുന്നുണ്ട്. മാർക്ക് റഫലോ ഉൾപ്പെടെ അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസും ഇതിലുണ്ട്. മൊത്തത്തിലൊരു മികച്ച മനോഹരമായിട്ടുള്ള ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന് പറയാം. ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് ഇത് കാണാം. 7 എപ്പിസോഡുകളാണ് സീരീസിനുള്ളത്. ഓരോന്നിനും 1 മണിക്കൂർ വെച്ച് ലെങ്ത് ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 18+ ആണ്, അത് ഓർക്കുക.
ഇതിലെല്ലാം കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാത്തതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.